ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ ശങ്കറിന്റെ ഗെയിം ചേഞ്ചറാണ്. രാം ചരൺ നായകനെത്തിയ തെലുഗു പൊളിറ്റിക്കൽ ആക്ഷൻ എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 10ലധികം ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 179 കോടിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഇങ്ങനെ പോയാൽ 200 കോടി രൂപ പോലും സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്തപ്പെടുമോ എന്ന് സംശയിക്കുന്നു. 400 കോടിയിലേറെ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ഗെയിം ചേഞ്ചർ. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ പ്രാവൻകൂട് ഷാപ്പ്. ചിത്രം തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ട് നിൽക്കുമ്പോഴുള്ള സിനിമയുടെ കേരള ട്രാക്കിംഗ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ ഇതേ സമയം 40 ലക്ഷത്തിൽ പരമാണെങ്കിൽ ഇന്ന് 16 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് 30 ലക്ഷത്തിൽ പരമേ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 4 കോടി 50 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെടും. വേൾഡ് വൈഡ് കൃത്യമായ റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല. 10 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ സംക്രാന്തി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ബാലയ്യ നായകനെത്തിയ ഡാക്കു മഹാരാജ്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പുറത്തു വരുമ്പോൾ 109 കോടിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. അതേസമയം മറ്റൊരു തെലുഗു സിനിമ സംക്രാന്തി റിലീസ് വിന്നർ എന്നൊക്കെ നിസ്സംശയം പറയാവുന്ന വെങ്കടേഷ് ചിത്രം സംക്രാന്തിക്ക് വസ്തുനം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രം വളരെ മികച്ച കളക്ഷൻ നേരിടുത്ത് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 6 ദിവസങ്ങൾ കൊണ്ട് 159 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതേ രീതിയിൽ സിനിമ മുന്നോട്ട് പോകുകയാണെങ്കിൽ 200 കോടിയിൽ താഴെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല. തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ മദഗജ രാജ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 43 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 50 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ഉറപ്പാക്കി കഴിഞ്ഞ വിശാലിന്റെ 12 വർഷങ്ങൾക്ക് മുന്നേ ചിത്രീകരിച്ച സിനിമ ഇതിനോടൊപ്പം തന്നെ പൊങ്കൽ വിന്നർ സിനിമ കൂടിയാണ്. ഇനി അവസാനമായിട്ട് ഒരുപാട് പ്രേക്ഷകർക്ക് അറിയേണ്ട അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂളിലേക്ക് വരികയാണെങ്കിൽ 50 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടാനായിട്ടൊരുങ്ങുന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 1735 കോടിയിലേക്ക് സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ട്രാക്കസ് കണക്കുകൾ പ്രകാരം എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വന്ന സിനിമയുടെ റീലോഡഡ് വെർഷന്റെ കളക്ഷൻ കൂടി കൂട്ടിയാണ് ഈ കണക്ക് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അതേസമയം സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ ഒരാഴ്ച മുന്നേ എല്ലാം തന്നെ 1800 കോടി പിന്നിട്ടിട്ടുണ്ട്. എന്തായാലും അടുത്ത ഒഫീഷ്യൽ കണക്കുകൾക്കായിട്ടും ട്രാക്കസ് കണക്കുകൾക്കായിട്ടും ഫൈനൽ കളക്ഷനായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ.